കോഴിക്കോട് സ്വദേശിനി ഹർഷീനയും സമരം പുനരാരംഭിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിലാണ് സമരസമിതിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാത്തിടത്തോളം കാലം ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയാകുമെന്നും ആരോഗ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ട് ഒരു സഹായവും ഇതുവരെയും ലഭിച്ചിട്ടില്ലെന്നും ഹർഷീന ന്യൂസ് 18 പറഞ്ഞു. ആ സെയിം സാധനമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വിശദമായിട്ട് അറിയില്ല, ഞാനും ഇപ്പം ന്യൂസിൽ കണ്ടതേ ഉള്ളൂ. അത് തന്നെ നമ്മൾ ആ ഒരു എക്സ്റേയിൽ കണ്ടാലറിയാം അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ആ ഒരു സ്ത്രീ എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടാകുന്നുള്ളത് അനുഭവിച്ച വ്യക്തി എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പം അതിൻ്റെ ഒരു വേദനയും അതിൻ്റെ ഒരു പ്രയാസവും ഒരു ഇപ്പം അവരത് പുറത്തെടുക്കാതെയാണ് ആ കത്രിക എന്ന് അറിഞ്ഞിട്ടുള്ളത്. നമ്മൾ കത്രിക പുറത്തെടുത്തതിന് ശേഷമാണ് അറിഞ്ഞിട്ടുള്ളത്. ഞാനൊരു ലോഹ കഷ്ണം എന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. ഒരു കത്രിക വയറിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന അവരൊരു മാനസിക പ്രയാസവും ഇതൊക്കെ ആരോട് പറയാനാ? ഇതൊക്കെ നിസ്സാരമായിട്ട് ചിരിച്ച് തള്ളി ആസ്വദിച്ച് പറയുന്ന ഡോക്ടേഴ്സിനൊക്കെ കാണുമ്പോൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന കുറെ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, അവർക്കൊക്കെ നാണക്കേടാണ് ഇത്തരം ഡോക്ടേഴ്സ് എന്നുകൂടാണ് പറയുന്നത്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ് ഉൾപ്പെടെയുള്ള കോഴിക്കോട്ടെ മാധ്യമപ്രവർത്തകർ ഏറ്റവും കൂടുതൽ ഈ ഹർഷീനയ്ക്ക് നീതി കിട്ടാൻ വേണ്ടി പലപ്പോഴും ശബ്ദമുയർത്തിയിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോഴും നീതി നിഷേധിക്കപ്പെട്ട, നീതിക്ക് വേണ്ടി സമരം തുടരുന്ന ഒരു വീട്ടമ്മയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മന്ത്രി വരെ ഉറപ്പ് നൽകി ഇവർക്ക് സഹായം നൽകും, നീതി ഉറപ്പാക്കുമെന്ന്. പക്ഷേ യാതൊരു നടപടിയും ഉണ്ടായില്ല. അതിനിടെയാണ് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ്. ഇപ്പോൾ സമരം വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. എന്താണ് ഹർഷീനയുടെ നിലപാട്? ടോം, 2017 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് നടന്ന പ്രസവ ശസ്ത്രക്രിയക്കിടെ ആർട്ടറി ഫോർസെപ്സ് എന്ന കത്രികയ്ക്ക് സമാനമായ ശസ്ത്രക്രിയ ഉപകരണം ഹർഷീനയുടെ വയറ്റിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 2022 പ്രത്യേക ശസ്ത്രക്രിയ നടത്തി ഈ ഉപകരണം പുറത്തെടുക്കുന്ന സാഹചര്യമുണ്ടായി. അസഹനീയമായ വേദനയും മറ്റ് ശാരീരിക പ്രശ്നങ്ങളും നേരിടേണ്ടി വന്ന ഒരു സാഹചര്യത്തിലാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് നടന്ന വിശദമായ പരിശോധനയിലാണ് ഈ ശസ്ത്രക്രിയ ഉപകരണം ഹർഷീനയുടെ വയറ്റിനുള്ളിൽ കുടുങ്ങിയതായി അവർ കണ്ടെത്തിയത്. ഈ ശസ്ത്രക്രിയ ചെയ്ത് ഈ ഉപകരണം പുറത്തെടുത്ത ശേഷവും പിന്നീട് വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലൂടെയാണ് ഹർഷീന കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്ത് ഇതിനുശേഷമാണ് പിന്നീട് തനിക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടും കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ടും ഹർഷീന സമരമുഖത്തിറങ്ങിയത്. ആദ്യഘട്ടത്തിൽ ഉത്തരവാദികളായ ഡോക്ടർമാർക്കെതിരെയും മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കെതിരെയും ഒക്കെ നടപടികൾ എടുക്കാൻ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും വലിയ അലംഭാവം ഉണ്ടായി, ഗുരുതരമായ അനാസ്ഥ ഇക്കാര്യത്തിൽ ഉണ്ടായി. പക്ഷേ പിന്നീട് അവർ നിരന്തരമായി സമര പരമ്പരകൾ നടത്തിയ ശേഷമാണ് ഇത്തരത്തിൽ ഈ കുറ്റക്കാരായ ഡോക്ടർമാർക്കെതിരെ കേസെടുക്കുന്ന നടപടിയിലേക്കും അവരെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്കും കാര്യങ്ങൾ നീങ്ങിയത്. അറസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് ഈ ഡോക്ടർമാരെ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. ഇതിന്റെ വിചാരണ നടപടികൾ കുന്നമംഗലം കോടതിയിൽ നടക്കാൻ ഇരിക്കെ ഹൈക്കോടതിയിൽ നിന്നും ഈ കേസ് ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് ആ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. മറുവശത്ത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഈ കുടുംബത്തിന് ഈ ശസ്ത്രക്രിയയിലുണ്ടായ പിഴവ് വരുത്തിവെച്ചത്. അനാരോഗ്യം മൂലം കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് അവർ നീങ്ങുന്നു. നിരവധി തവണ അവരുടെ ശരീരത്തിൽ ശസ്ത്രക്രിയകൾ നടത്തേണ്ടി വരുന്നു. പലപ്പോഴും ഈ രക്തസ്രാവം പോലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ വലിയ ഒരു തുക ചികിത്സാ ചെലവുകൾക്ക് വേണ്ടി മാത്രം ഈ ഹർഷീനയ്ക്ക് ചെലവഴിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. പക്ഷേ അപ്പോഴും സർക്കാരിൽ നിന്നുള്ള നഷ്ടപരിഹാരം അല്ലെങ്കിൽ സമാശ്വാസ ധനം എന്ന രീതിയിൽ 2 ലക്ഷം രൂപ മാത്രമാണ് സർക്കാർ അനുവദിച്ചത്. പക്ഷേ ഹർഷീന ആ പണം വാങ്ങാൻ തയ്യാറാവുന്നില്ല. ആ പണം അവർ നിരസിക്കുകയായിരുന്നു. മറുവശത്ത് ഏതാണ്ട് 2 കോടിയിലടുത്ത് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയിൽ കേസ് നൽകുകയും ചെയ്തു. പക്ഷേ ഈ നഷ്ടപരിഹാരത്തിന് ആനുപാതികമായൊരു തുക പലപ്പോഴും ഇത്തരം കേസുകൾ നടത്തുമ്പോൾ കെട്ടിവെക്കേണ്ടതുണ്ട്. പക്ഷേ അതിനുള്ള പണം തൻ്റെ കൈവശം ഇല്ല എന്നറിയിക്കുകയും ഹർഷീനയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് റിപ്പോർട്ട് നൽകാൻ കളക്ടറോട് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു. എന്തായാലും ആ കേസിലെ നടപടികൾ ഒരു വശത്ത് പുരോഗമിക്കുകയാണ്. അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് സമാനമായ അവസ്ഥയിൽ മറ്റൊരു വീട്ടമ്മയുടെ കാര്യങ്ങൾ കൂടി, അല്ലെങ്കിൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇത്തരം ഒരു വിവരം കൂടി പുറത്തു വരുന്നത്. അതുകൊണ്ട് ഒരു ഒറ്റപ്പെട്ട സംഭവം എന്നതിനെ വിശേഷിപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഹർഷീന പറയുന്നത്. ഹർഷീനയുടെ സംഭവം നടക്കുമ്പോൾ അത് യാദൃശ്യമായി സംഭവിച്ച ഒരു അബദ്ധം, അല്ലെങ്കിൽ ഈ ഡോക്ടർമാർക്കോ ആരോഗ്യ ജീവനക്കാർക്കോ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കോ പറ്റിയ ഒരു കയ്യബദ്ധം എന്ന രീതിയിലൊക്കെയാണ് അതിനെ വിലയിരുത്തിയത്. ആരോഗ്യമന്ത്രി അടക്കം പലപ്പോഴും താൻ ഹർഷീനയുടെ ഒപ്പമുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുമെങ്കിലും അവർ ഒരിക്കലും
ഒരിക്കലും അനുകൂലമായൊരു തീരുമാനം എടുക്കുന്നില്ല എന്ന് പലപ്പോഴും ഹർഷീന കുറ്റപ്പെടുത്തിയിരുന്നു. അതിനുശേഷം പലപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മുൻവശത്തും കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറിലും ഒപ്പം സെക്രട്ടേറിയറ്റിലും ആരോഗ്യമന്ത്രിയുടെ വീട്ടിലുമൊക്കെയായി ഒരുപാട് ദിനങ്ങൾ സമരം നടത്തുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്തായാലും ഏറ്റവും ഒടുവിൽ ഈ അനാസ്ഥയുടെ വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോഴാണ് അവർ വീണ്ടും ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ സമരം നടത്തുന്നത്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കുക, അവരുടെ വിചാരണ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുക, ഒപ്പം തനിക്ക് ഒരു വലിയ നഷ്ടപരിഹാര തുക, കാരണം തനിക്ക് ശരീരത്തിനും മാനസികമായും തൻ്റെ കുടുംബത്തിനും ഉണ്ടായ നഷ്ടങ്ങൾക്ക് ആനുപാതികമായ ഒരു തുക നൽകുക എന്നീ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചാണ് അവർ സമരവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ന്യായമായ ആവശ്യമാണ് കോഴിക്കോട് സ്വദേശിനി ഹർഷീന അധികൃതർക്ക് മുൻപാകെ വയ്ക്കുന്നത്. കാരണം അവർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അനുഭവിച്ച ദുരിതത്തിന്, വേദനയ്ക്ക് അതിന് നഷ്ടപരിഹാരം നൽകണം. ഇതുപോലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാൻ പാടില്ല. ആരോഗ്യരംഗത്ത് നമ്പർ 1 കേരളമെന്ന് അവകാശപ്പെടുന്ന നാട്ടിലാണ് ഇതുപോലുള്ള ചികിത്സാ പിഴവുകൾ സംഭവിക്കുന്നത്. എത്ര വീഴ്ചകൾ സംഭവിച്ചാലും പാഠം പഠിക്കില്ല. വീണ്ടും വീണ്ടും ഇതുപോലുള്ള പിഴവുകൾ ആവർത്തിക്കപ്പെടുന്നു. കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് ആരോഗ്യവകുപ്പ് സ്വീകരിക്കും. അതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.